ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അനിവാര്യമാണെന്ന തിരിച്ചറിയൽ നമുക്കുണ്ടാവണമെന്ന് സി.കെ. കാസിം എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. വേനൽക്കാലത്ത് മഴയും മഴക്കാലത്ത് വേനലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സാഹചര്യം തിരിഞ്ഞു മറിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ കൃത്യമായി കാലാവസ്ഥ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആ സന്തുലിതാവസ്ഥയ്ക്ക് ഇന്ന് പ്രകൃതി ഏറ്റവും അനുയോജ്യമായി കാണുന്നത് നമ്മുടെ വനങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതിന്. പക്ഷെ അത് ജനവാസ മേഖലയിലോ അല്ലെങ്കിൽ കൃഷിയിടത്തിലോ അല്ല, നമുക്ക് ഒഴുകി കിടക്കുന്ന സ്ഥലങ്ങൾ തരിശായ ഭൂമിയിലൊക്കെ തന്നെ നമുക്ക് വൃക്ഷത്തെ നട്ട് അത് പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങളെപ്പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കുട്ടിയായി നമ്മുടെ ഓരോ വീടുകളിലും വൃക്ഷത്തെ മാറും. ചേന്ദമംഗല്ലൂർ GMUP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി 2000 ഫലവൃക്ഷ തൈകളുടെ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിഞ്ഞു കടക്കുന്ന തരിശ് ഭൂമികളിൽ വൃക്ഷതൈകൾ നട്ട് പരിപാലിക്കൽ ജീവിതത്തിലെ അനുഗ്രഹമാണ്. സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്നതിന് പ്രദേശത്ത് പോളിടെക്നിക്കുകൾ ഉണ്ടാവണം. നേരത്തെ അനുമതിയായതാണ്, നിർഭാഗ്യവശാൽ നടക്കാതെ പോയി. ഇത് കൂട്ടായ്മയിൽ തുടങ്ങാൻ സാധിക്കണം. സാങ്കേതിക വിദ്യാഭ്യാസവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സമന്വയിപ്പിച്ചുള്ള വിദ്യാഭ്യാസമാണ് പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. 19-ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ നാടിന്റെ എല്ലാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങളുണ്ടാവും, എം.എൽ.എ. പറഞ്ഞു. വാർഡ് കൗൺസിലർ ബനൂജ വടക്ക് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. KP അഹമ്മദ് കുട്ടിനാട്ട് നിവേദനം നൽകി. കൗൺസിലർ ഷഫീഖ് മാടായി സമ്മാന വിതരണവും കൗൺസിലർ AP നസീം പ്രവർത്തന റിപ്പോർട്ട് സമർപ്പണവും നടത്തി. 100 അധ്യാപകർക്കുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലന ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടത്തി. പ്രഥമ അധ്യാപകൻ K. വാസു, PTA പ്രസിഡന്റ് സൈഫുദ്ദീൻ നറുക്കിൽ, SMC ചെയർമാൻ CT അഷ്റഫ്, അബൂക്ക അരിക്കോട്, PK മനോജ് കുമാർ, സാജിദ് പുതിയോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.